അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം ഇന്ന് തിയേറ്ററുകളിലേക്ക്. അടിയന്തരാവസ്ഥക്കാലത്തെ ഹൃദയഹാരിയായ ഒരു അനുരാഗത്തിന്റെ കഥയാണ് സിനിമ പറയുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അമൃത വാർത്തകളുമായി പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. കാത്തിരിപ്പിനൊടുവിൽ അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം തിയേറ്ററുകളിലെത്തുകയാണ്. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി സംവിധായകൻ ആലപ്പി അഷ്റഫാണ് കൂടെയുള്ളത്. നമസ്കാരം. വലിയ കാത്തിരിപ്പിനും പ്രതീക്ഷയ്ക്കും ഒടുവിൽ സിനിമ നാളെ തിയേറ്ററിൽ എത്തുകയാണ്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? നല്ല ടെൻഷനുണ്ട്, അതിനെ ഇറക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തൊരു പടമാണ്, ഒരുപാട് നാളുകളെടുത്ത്. കാരണം ഇതൊരു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൻ്റെ ഒരു പടമാണ്. പ്രത്യേകിച്ച് പലതും ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ ചിലതെല്ലാം അവിശ്വസനീയമായിട്ട് തോന്നുമെങ്കിലും അതെല്ലാം നടന്ന സംഭവങ്ങളാണ്. പലതും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളും നമ്മൾ കണ്ടതും നേരിട്ട് കണ്ടതും നടന്നതുമായിട്ട് ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അത് ഇന്നത്തെ തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ ഒക്കില്ല. കാരണം അന്നത്തെ കാലത്ത് മൊബൈലോ അല്ലെങ്കിൽ ഈ ചാനലോ ടി വിയോ ഒന്നുമില്ല. ഒരു കാമുകന്മാർ കത്തിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം കൈമാറുന്നത്. ഒരാൾ ഒരു എഴുത്ത് കൊടുക്കും, പറയാനുള്ള വിവരങ്ങൾ കത്തിലൂടെ പറയും, അത് കത്ത് ഇങ്ങോട്ടും. വിവരങ്ങളൊന്നും കൂടുതൽ നമ്മളിപ്പോൾ ഫോണിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനൊന്നും അധികം കത്തിൽ പറ്റത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇൻട്രാക്ഷൻ അല്ലല്ലോ, ഇത് ഒരു സൈഡ് മാത്രമല്ലല്ലോ ചെല്ലുന്നത്. അപ്പോൾ എന്തെഴുതി ഈ വായിക്കുന്ന പൈങ്കിളി സാഹിത്യവും എല്ലാം കൂടെ വെച്ചൊരലക്കല, അതൊക്കെ ഞങ്ങൾ അതേപടി ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട് ആ സിനിമയിൽ. ആ ഭാഗമൊക്കെ കാണുമ്പോൾ മനസ്സിലായിക്കോളാം അന്നത്തെ കാലഘട്ടത്തിൽ. അതാണ് ഞാൻ പറയാം, പലതും ഇന്ന് അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ, ഇങ്ങനെയൊക്കെ എഴുതുമോ എന്നൊക്കെ തോന്നാം. ചിത്രം ഒരു കാലഘട്ടത്തെയാണോ അടയാളപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിന് അടയാളപ്പെടുത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ പേര് പോലെ ഇട്ടിരിക്കുന്ന ആ കാലഘട്ടം ആയതുകൊണ്ടാണ്. ഇന്നത്തെ ന്യൂജൻ, അവർക്ക് അന്നത്തെ ന്യൂജൻ എങ്ങനെയായിരുന്നു, 4-5 പയ്യന്മാരുടെ കഥയാണിത് ശരിക്കും. അന്നത്തെ ന്യൂജൻ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരെങ്ങനെയാണ് പ്രണയിച്ചിരുന്നത്, അവരെങ്ങനെയാണ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നതെന്ന് ഇന്നത്തെ ന്യൂജന് മനസ്സിലാക്കാം. അന്ന് ജീവിച്ചിരുന്ന എന്നെ പോലുള്ള ആളുകൾക്ക് ഇത് ഒന്ന് അയവിറക്കാനും നുണയാനും അതൊന്ന് മനസ്സിലാക്കാനും പഴയ കാലത്തിലോട്ട് തിരിച്ചു പോകാനൊക്കെ പറ്റുന്നൊരു സിനിമ കൂടിയാണിത്. പഴയ ആൾക്കാർക്ക് അവർ കാണുമ്പോൾ ഇത് അവർക്ക് ബോധ്യപ്പെടും, പൂർണ്ണമായിട്ട് ബോധ്യപ്പെടും. പിന്നെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഒരു സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടിലെടുക്കുന്ന സിനിമയാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നത്? ഇതൊരു പക്ക രാഷ്ട്രീയം മാത്രമല്ല, നമ്മൾ കഥാപാത്രങ്ങൾ കടന്നു പോകുമ്പോൾ ചിലപ്പം മീറ്റിംഗ് നടക്കും റോഡിൽ, അവിടെ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള പ്രസംഗം കേൾക്കാം നമുക്ക്. മറ്റേ ഡൽഹിയിലോ മറ്റേ ഇന്ദിരാഗാന്ധിയെ കോടതി വിധി വന്നതും അതിനെപ്പറ്റിയൊക്കെ പ്രസംഗിക്കുന്നതൊക്കെ നമുക്ക് കേട്ട് നമ്മുടെ കഥാപാത്രങ്ങൾ മുമ്പിൽ കൂടെ പോകുന്നുണ്ട്. പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്, അടിയന്തരാവസ്ഥ കാലഘട്ടം കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കഥാപാത്രമോ കഥയോ ഒന്നും അതിനകത്തോട്ട് കടന്നു വരുന്നില്ല രാഷ്ട്രീയത്തിലോട്ട്. പക്ഷേ അന്നത്തെ പോലീസിൻ്റെ ക്രൂരതയ്ക്ക് കുറച്ച് ഇരയാവുന്നുണ്ട് ഇവരൊക്കെ, മനസ്സിലായില്ലേ ഈ ക്യാരക്ടേഴ്സൊക്കെ. അതിനകത്ത് ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വേഷം അതുപോലത്തെ ഒരു SI, ശരിക്കും അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ആ SI എന്ന് പറയുന്നത് ആളുകളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ അടിയിടിയൊന്നുമില്ല, ചവിട്ടും, നാവി നോക്കി ചവിട്ടും. അയാളെ അത് ഒരു SI ഉണ്ടായിരുന്നു, എൻ്റെ അറിവിലുണ്ടായിരുന്ന ഒരാളാണ്. എല്ലാം പുതുമുഖങ്ങളാണ്. എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത്? അത് ഞാൻ ഓഡിഷൻ വിളിച്ചു ഇങ്ങനെ ഇതുപോലെ. ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഹീറോ പയ്യൻ അതിനകത്തൊരു ഫൈറ്റ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് ഡൂപ്പൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം ഞാൻ ആദ്യമായിട്ട് ഫൈറ്റ് മാസ്റ്റർ എടുത്ത് പറഞ്ഞാൽ ഡൂപ്പ് പാടില്ല. അതൊരു ക്ലൈമാക്സിൽ ഉണ്ടാകുന്നൊരു ഗംഭീര ഫൈറ്റാണ്. ആ ഫൈറ്റ് 2 പേരും പുതുമുഖങ്ങളാണ്. നിങ്ങൾ ആ പടം കാണുമ്പം മനസ്സിലാക്കിക്കൊള്ളണം, അല്ല കണ്ടവർ ശ്രദ്ധിച്ചോളണം. ഇത് ഇന്നത്തെ ഒരു സ്റ്റാറും ചെയ്യത്തില്ല. ഈ പിള്ളേർ 10-20 വയസ്സുള്ള പയ്യൻ ഈ ചെയ്തിരിക്കുന്ന റിസ്ക് കണ്ടാൽ, അവൻ ചെയ്യുന്ന വേലകളെല്ലാം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്രയധികം പ്രാക്ടീസ് കഴിവുള്ള പയ്യന്മാരാണ് അതിനകത്ത്. ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് സീൻസ് അഭിനയിക്കുന്ന അതിനും കഴിവ്. ഒരു ഇരുത്തം വന്ന നടന്മാരെ പോലെയാണ് ഇവരെയൊക്കെ ഉണ്ടാക്കി നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിമനോഹരമായി ഭംഗിയുള്ള സ്ഥലമാണ് ഇതിനകത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ഒരു സ്ഥലം ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ പുതിയ കെട്ടിടങ്ങളും വലിയ ഫ്ലാറ്റൊക്കെ ഉള്ള സ്ഥലമൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് 75-70. അതിന് കൊല്ലം ജില്ലയിൽ അകത്തുമുറി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് ഈ നമ്മുടെ വക്കം വർക്കല അതിൻ്റെയൊക്കെ ഇടയ്ക്കായിട്ട് വരും, മനസ്സിലായില്ലേ. അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ടെത്തി. ഇപ്പോൾ അവിടെ വളരെ വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നും ഭയങ്കരമായിട്ട് വരാത്തൊരു സ്ഥലം, പഴയ കാലഘട്ടം. അപ്പോൾ അങ്ങനെ വന്ന് ഞങ്ങൾ കായൽ തീരം കണ്ടെത്തി. അവിടെ ഒരു കായൽ തീരത്ത് നായകൻ്റെ ഒരു വീട് ഞങ്ങൾ ഉണ്ടാക്കി. ഒറിജിനൽ വീട് തന്നെ ഉണ്ടാക്കി, സെറ്റാണ്. ആ സെറ്റ് എന്ന് പറഞ്ഞാൽ വീടായിട്ട് തന്നെ ഉണ്ടാക്കി. കല്ലും മണ്ണും ഇതെല്ലാം വെച്ചിട്ട് കട്ടിലൊക്കെ വെച്ചിട്ട് തടിയും ഓടും ഒക്കെ ഇട്ട് ഒരു 2 മുറി ഒരു അടുക്കള ഒരു വീട് ഉണ്ടാക്കി. അങ്ങനെ പലതും സെറ്റിട്ടൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സിനിമയിലെ പാട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സിനിമയുടെ പാട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഞാൻ എപ്പോഴും പാട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് സമയം എടുത്തൊക്കെ നല്ലപോലെ പാട്ടുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്.
അത് ഇളം മഞ്ഞൻ കുളിരുമായെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് പാട്ടുകൾ എൻ്റെ ഹിറ്റായിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ മ്യൂസിക് ചെയ്യുന്നത് 3 പാട്ടുണ്ട്. ഇത് മൂന്ന് മ്യൂസിക് ഡയറക്ടേഴ്സിനാണ് കൊടുത്തിരിക്കുന്നത്. പ്രണയത്തിൻ പൂവേ, പ്രേമത്തിൻ തേനേ, നീ എൻ മനസ്സിൽ കുളിർമഴയായി. അതൊരു ഡുവൈറ്റ് പാട്ടാണ്. നജീബ് വർഷാദും ശ്വേതാ മോഹനും ചേർന്ന് പാടുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് പാടുന്ന പാട്ടാണ് ഈ ജയരാജനുള്ളത്. ഇതല്ലാതെ ഈ നമ്മുടെ ശ്രേയ ഘോഷൽ അവർ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി പാടിയത് ഈ പടത്തിലാണ്. ശ്രേയ ഘോഷലിൻ്റെ പാട്ട് സംവിധാനം ചെയ്തിരിക്കുന്നത് അഫ്സൽ യൂസഫ് എന്ന് പറയുന്ന അങ്ങനെ വേറെയും ചെയ്ത ഒരുപാട് പടങ്ങൾ, മമ്മൂട്ടി പടങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളവരാണ്. അദ്ദേഹമാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബോംബെയിലാണ് റെക്കോർഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് വേറെയുണ്ട് അതിനകത്ത്. കാരണം ഇത് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള കഥയാണ്. ഒരു ക്രിസ്ത്യൻ കുടുംബമാണ് ബേസിക്കലി. അപ്പോൾ ആ പാട്ട് പാടിയിരിക്കുന്നത് യേശുദാസാണ്. അപ്പോൾ യേശുദാസ് തന്നെ പാടണമെന്ന് നമുക്ക് ഒരു വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെ 8-10 വർഷമായി ക്രിസ്ത്യൻ ഡിവോഷണൽ പാടിയിട്ട്. അത് ആ മധുരമായ വോയിസിൽ കൂടെ വരുമ്പോഴേ ആ പാട്ടൊക്കെ എത്ര മനോഹരമാണ്. അപ്പോൾ ഈ പാട്ടൊക്കെ ഞാൻ പറയുന്ന ഓർത്ത് ഈ പാട്ടൊക്കെ എന്നും നിലനിൽക്കും. പള്ളികളിലും വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാനും നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റുന്നൊരു പാട്ടാണ്. 11 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്തായിരുന്നു ഇത്രയും വലിയൊരു ഗ്യാപ്പ് വരാനുള്ള സാർ? ഗ്യാപ്പ് വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അതിനകത്ത് ഒരു 3 വർഷം ആദ്യം കുറക്കാം കോവിഡിൻ്റെ. പിന്നെ ഒരു 3 വർഷം ഞാൻ ഒരു ചാനലിൽ ചീഫായിട്ട് കുറച്ച് വർക്ക് ചെയ്തായിരുന്നു. 16 വർഷം. പിന്നെ ഞാൻ തമിഴിൽ കുറച്ച് എന്നിട്ട് ശ്രമിക്കാൻ വേണ്ടി പോയി. തമിഴിൽ അത് ഞാൻ കയറാനുള്ള ശ്രമമുണ്ട്. ഇനിയിപ്പോൾ അങ്ങനത്തെ പടങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. പല ഭാഷയിലും പോകത്തക്കര്. ഇനിയുള്ള പടങ്ങളിൽ ഇത്തരം പുതുമുഖങ്ങളായിരിക്കും. ഉറപ്പാണ്. ഞാൻ ആരുടെയും വലിയ താരങ്ങളുടെ ഒന്നും പറയാതെ എനിക്ക് ഡേറ്റ് ഇതാന്നും പറയും നടക്കാനൊന്നും പറയും. അങ്ങനെ പോയിട്ട് കാര്യം. ഇനിയിപ്പോൾ പൈസ ഇതൊരു പരീക്ഷണ പടമാണ്. ഇതെങ്ങനെ വരും അതാണ് അത് എന്തായാലും ഒരു മോശം പടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കളക്ഷൻ്റെ ഒന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ള. പക്ഷേ ഒരുപക്ഷെ വലിയ സാധ്യതകളുണ്ട് ആ പടത്തിന്. പ്രേക്ഷകരാണ് സിനിമ ഏറ്റെടുക്കേണ്ടത്. എന്താണ് പറയാനുള്ളത്? അല്ല, പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഇത് ഇപ്പോൾ ഞാൻ ഇത്രയും സീനിയറായ ഒരാൾ, ഓക്കെ, ഞാൻ ഒരുപാട് പേരെ കൈപിടിച്ച് കൊണ്ടുവരുന്നുണ്ട് ഇതിനകത്തോട്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ പോലെ ഒരു കയറിപ്പോകാനും ഒരു പടവാണ് ഞാൻ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അവർക്കൊരു പാത ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അത്രയും കലാകാരന്മാരെ ഇനിയും കണ്ടെടുക്കാൻ നമുക്ക് ഒരുപാട് വരാം. അപ്പം പ്രേക്ഷകർ ഉറപ്പായിട്ടും അത് കണ്ട് അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുക്കണം. എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ഒരുപാട് നന്ദി.